എവിടെയാണെന്നറിയോ? പാലാരിവട്ടം സിഗ്നലിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ അനൂപിൻ്റെ ഫാദർ ഇവിടെ തന്നെയാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അച്ഛനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയൊക്കെ നന്നായി നോക്കണം. കാരണം അവർക്ക് ആകെ കാണുന്ന TV, ന്യൂസ് വായിക്കുക, ന്യൂസ് കേൾക്കുക, യൂട്യൂബിലാണെങ്കിലും ഒത്തിരി പാട്ട് കേൾക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരല്ലേ. പ്രായമാകുമ്പോൾ അവർക്ക് അതൊക്കെയല്ലേ ഉള്ളൂ മാർഗ്ഗം. അപ്പം നമ്മളൊക്കെ എന്താ ചെയ്തു കൊടുക്കേണ്ടത്? അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വർഷമായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ ഞങ്ങൾ അതുപോലെ ഞങ്ങൾക്ക് സർവീസ് തരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ എഫാത്ത. അത് നിങ്ങൾ എല്ലാവർക്കും, നമ്മൾ മനുഷ്യരാണ്, നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. പല പല സൗണ്ട്സ്, പഴയ പോലെയല്ല. മൊബൈൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. പുറത്താണെങ്കിലും വണ്ടികളൊക്കെ ഇഷ്ടം പോലെ. അപ്പോൾ 2 വീലേഴ്സിനെ കൂടുതൽ കാറുകളാണെങ്കിലും അതിൻ്റെ സൗണ്ട്, ട്രെയിൻ യാത്ര, ഇതൊക്കെ വരുമ്പോൾ ചെറുപ്പം മുതലാണെങ്കിലും കുറച്ചൊരു വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ വരികയൊക്കെ ചെയ്യും. അതിപ്പോൾ എനിക്ക് അല്ലെങ്കിൽ നാളെ വന്നിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എൽഫാത്ത ചെയ്യുന്ന സർവീസ് എന്താണെന്ന് വെച്ചാൽ 10-25 വർഷമായിട്ട് തന്നെ എൻ്റെ ഫാദർ, അതായത് അനൂപിൻ്റെ ഫാദറിന് ഈ കേൾവി സംബന്ധമായ റേഡിയോയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളതാണ് അച്ഛന് കേൾവി സംബന്ധമായ ചെറിയ പ്രോബ്ലം വന്നപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൽഫാത്തയുടെ സർവീസ് അത്രയും നല്ല സർവീസുമാണ് അവരുടെ. ഇതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള അച്ഛനായാലും അമ്മയാണെങ്കിലും, ഞാനത് എടുത്ത് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മക്കളായി കഴിഞ്ഞാൽ അച്ഛനും അമ്മമാരും വീട്ടിലിരിക്കും. അവർക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ TV കാണാനും സൗണ്ടായിട്ടും അല്ല ഭക്തി ഗാനങ്ങൾ കേൾക്കുക, യൂട്യൂബ് ഉണ്ട്, അവർക്കുണ്ട് എല്ലാം, ഫേസ്ബുക്ക് എല്ലാം അവർ നോക്കണം. അപ്പോൾ അവർക്ക് സൗണ്ട് കേൾക്കാത്ത ഒരു പ്രശ്നം ഒന്ന് വിളിക്കുമ്പോൾ വീട്ടിലാണെങ്കിലും പെട്ടെന്നൊരാവശ്യം വന്ന് എന്തെങ്കിലും ആരും വിളിച്ചാൽ കേൾക്കാത്തൊരവസ്ഥ വരാതിരിക്കാനും എൽഫാത്തയിൽ വന്ന് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ എന്താ പറയുക, ഒരു സർവീസ് വളരെ അടിപൊളി സർവീസാണ് നമ്മുടെ എഫാത്തയുടെ. എഫാത്ത എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പാലാരിവട്ടം എന്ന് പറഞ്ഞ സിഗ്നലുണ്ട്. ആ സിഗ്നലിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എഫാത്ത. അവർക്ക് കൊല്ലത്തുണ്ട്, കോട്ടയമുണ്ട്, തൃശ്ശൂരുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, ഒന്നും കൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ അമ്മ നാളെ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ഇത്രയും പ്രായം വരും, അവരൊക്കെ ഇത്രയും പ്രായമായിട്ടുണ്ട്, നമ്മളൊക്കെ ചിലപ്പോൾ നാളെ തന്നെ വെക്കേണ്ടി വരും. അതിനൊരു കുറവും വരുത്തരുത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ചെവി സംബന്ധമായ എന്ത് സൊല്യൂഷൻ നിങ്ങൾക്ക് വേണോ നിങ്ങൾ എഫാത്തയിൽ വരിക. ഇവിടുത്തെ അത്രയും വൃത്തിയുള്ള സ്റ്റാഫും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളോട് അത്രയും സ്നേഹമായിട്ട് പെരുമാറുന്ന, പിന്നെ ഓണറെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും നല്ല സർവീസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ വരുന്ന ഏതൊരു പേഷ്യൻറ്റിനോടാണെങ്കിലും അതുപോലെ ട്രീറ്റ് ചെയ്യുന്ന എഫാത്തയിൽ നിങ്ങളും വരിക. നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എഫാത്തയിൽ കിട്ടിയിരിക്കും. ഓക്കെ. Visit Efatha Speech and Hearing Center to select the right hearing aid for you. Call now 894 33 55 333.